ആ അമ്മാവനോ? വാ വാ, സുഖമാണോ? എനിക്കെന്താ സുഖമാണല്ലോ. ഹേയ് ഗായ്കുട്ടി, ഗൗതം, വാ 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 വാ. എന്തുണ്ട് വിശേഷം? ചേച്ചി എവിടെ? അകത്തുണ്ട്. ഞാൻ എവിടെയുണ്ട്? ചായ ഇട്ടോണ്ടിരിക്കുക. ചിക്കു ചിക്കു. മോളെ സുഖാണോ നിനക്ക്? സുഖാണ് മുത്തശ്ശ. മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങിക്കും മോളെ. അതൊന്നും സാരമില്ല മോളെ, നന്നായിരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പോയി കയ്യും കാലൊക്കെ കഴുകിയിട്ട് വാ മോളെ. ശരി മുത്തശ്ശ. അച്ഛനെവിടെ? അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിരിക്കുക. മോളെ, ഗായത്രിയുടെ പഠിപ്പ് എപ്പോഴാ തീരാ? ഒരു 2 മാസത്തിനകം കഴിയച്ചാ. കഴിഞ്ഞതും ഗായത്രിയുടെയും പാണ്ഡ്യയുടെയും കല്യാണം കഴിക്കണം. വയസ്സ് കൂടുന്നില്ലേ? ശരി അച്ഛാ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എടാ വേഗം പോയിട്ട് വരണേ. ശരി. എപ്പോഴാടാ വന്നത്? ഇപ്പോഴാ? എടാ അവിടെ നിക്ക്. മുത്തുവിനോട് ഞാൻ വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുടിച്ചിട്ട് പുറത്തു പോണം. ഇത്രയും പെട്ടെന്ന്? ഗായത്രിയുടെ ഏരിയയിൽ എന്തോ ഉത്സവമാണെന്ന് നമ്മളോട് വരാൻ പറഞ്ഞ് പെട്ടെന്ന് അടിച്ചിട്ട് അങ്ങ് പോവാന്നേ. ഉത്സവത്തിന് പോകുമ്പോ വെള്ളം അടിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ നമുക്ക് നാളെ നോക്കാം. നിനക്കെന്താടാ പറ്റിയത്? നമ്മൾ അവിടെ പോയി ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. നമ്മളവിടെ മാറി നിന്ന് നോക്കിയാൽ മാത്രം മതിയെന്നേ. അവള് അടുത്ത് പോലും വരത്തില്ല. അവളുടെ വീട്ടുകാരും മൊത്തം അവിടെ ഉണ്ടാവുന്നേ. അതുകൊണ്ട് അവള് നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഒരു പ്രശ്നവും ഇല്ലെന്നേ. എവിടെ നടാ വാങ്ങിച്ചേ? അൻപിന്റെ കട എന്നാ? അൻപിന്റെ കട എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. ആ കൗൺസിലറിന്റെ മോനില്ലേ, അവൻ അവിടെ നിന്നിട്ട് പോകുന്ന പെണ്ണുങ്ങളെല്ലാം നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം അവന്റെ തല അടിച്ചു പൊളിക്കും ഞാൻ, എന്നാലേ ശരിയാവത്തുള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ, ആദ്യം ബോട്ടിലിന്റെ അടപ്പം തുറക്ക. ഒരെണ്ണം അങ്ങ് വെച്ച് തന്നോണ്ടല്ലോ. അല്ലളിയ, നിനക്ക് വേഗം പോണെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാ ഞാൻ. ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജ കഴിഞ്ഞ ഉടനെ തന്നെ മുളപ്പാരി പോകേണ്ടതാണ്. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും കുറച്ച് മുന്നോട്ട് വാ. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. മാറിയിക്കണം, അങ്ങോട്ട് മാറിയിക്കണം. അല്ല, നീ എന്താ തീരുമാനിച്ചത്? എന്ത്? അത് തന്നെ, ആ പെങ്കൊച്ച് എല്ലാ ദിവസവും വന്ന് നോക്കുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവളെന്തോ കളിതമാശ കാണിക്കുന്നു പറഞ്ഞു, അതിനൊക്കെ പോയി. അവള് കളിതമാശ ഒന്നും അല്ലെന്നേ. രാവിലെ നിന്നെ വിട്ടിട്ട് പോകുമ്പോൾ അവൾ എന്നെ കണ്ടെന്നേ. എന്താ പറഞ്ഞ? നിനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയണ്ടേ, അതാ എന്നോട് ചോദിച്ചത്. ഞാൻ എന്തോ പറയാനാ? അവള് നന്നായിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അവളെ എന്റെ കൂടെ ചേർത്ത് അവളെ നശിപ്പിക്കാനാണോ പുറപ്പാട്? നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? എന്റെ സ്വന്തം ബന്ധം എപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ചെറുപ്പം മുതലേ അതല്ലേ സംഭവിക്കുന്നത്. നീ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നിന്റെ ഒപ്പം ഞാനില്ലേ, അപ്പൊ ഞാൻ ചാവാൻ പോവാണോ? ഇപ്പൊ നീ എന്റെ വായ അടച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകല്ലേ? ഇനിയും കുറെ കാര്യങ്ങളുണ്ടെന്നേ. ഞാൻ എങ്ങാനും ചത്തുപോയാൽ നിന്നെ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ ചത്തെങ്കിലേ നീ തീർച്ചയായിട്ടും ഉടൻ തന്നെ ചാവണം. അങ്ങനെയൊന്നും എന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. നാളെ രാവിലെ അവള് വന്ന് നിന്നോട് ചോദിക്കും. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ശരിയെന്ന് പറ, ബാക്കി കാര്യങ്ങൾ നോക്കാന്നേ. ഡാ വേഗം ഒഴിക്കേ, കുടിച്ചിട്ട് പോകാനുള്ളതാ. അല്ലെങ്കിൽ അവൾ എന്നെ കണ്ട ഉടനെ ഒച്ചയിടും. നല്ലപോലെ ഡാൻസ് ചെയ്യേ, നല്ലപോലെ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഡാൻസ് കളിക്കേ, ഡാൻസ് കളിക്കേ. കൊള്ളാം കൊള്ളാം. വേണ്ട.
നല്ല. കുറച്ചുകൂടെ ഇതായിട്ട് വേ. കൊള്ളാം. അങ്ങോട്ട് മാറ്, മാറ്, മാറ്. എല്ലാരും മാറി നിക്കേ. അവിടെ നിക്കേ. ഒരു പ്രാവശ്യം ഒന്ന് കളിച്ചോട്ടെ. ശരി ശരി കളിച്ചോ. അടിക്കണോ? എന്തുവാടാ അത്? അങ്ങോട്ട് മാറ്. സ്ത്രീകൾ പോട്ടെ പോട്ടെ പോട്ടെ. ഡാൻസ് ഒക്കെ മതി, അവര് പോട്ടെ. അമ്മേ ഭഗവതി, എല്ലാരെയും രക്ഷിക്കണേ. വേഗം ഓടാ. അതെ, അവിടെ നിന്നേ. എടി നിന്നോട് നിക്കാൻ പറയുന്നു. നീ മൈൻഡ് ചെയ്യാതെ വാ, ഞാൻ നോക്കിക്കോളാം. നിക്കാൻ പറഞ്ഞാ നിക്കാൻ അറിയത്തില്ലേ? എന്താ നിന്റെ പ്രശ്നം? ആരാ നീ? എന്താ വേണ്ടേ? ആരാന്നോ? ഓവറായിട്ട് ചെയ്യരുത് കേട്ടോ. ഇന്നലത്തോടെ നിന്റെ പേര് പോലും ഞാൻ മറന്നു. മര്യാദക്ക് പൊയ്ക്കോ. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ പ്രേമിച്ചതൊക്കെ നീ അങ്ങ് മറന്നുപോയാ? നിന്റെ വീട്ടിലുള്ള എല്ലാ പുൽക്കൊടികൾക്കും എന്റെ പേരറിയാം. നിന്റെ വീട്ടിലെ ജന്നൽ കമ്പികൾക്ക് പോലും എന്നെ അറിയാവുന്നേ. എല്ലാവർക്കും എന്റെ പേര് നന്നായി അറിയാം. സംസാരിച്ചങ്ങ് കമത്തി അടിക്കാൻ നോക്കണ്ട. അല്ലല്ലേ അവൾ എന്താ പറഞ്ഞേ? ഓ, അവള് വെറുതെ ദേഷ്യത്തിലാണെന്നേ. എന്തിനാളിയാ? എല്ലാം നീ കാരണമാടാ. എന്നെ എന്തിനാ ഡാൻസ് ചെയ്യാൻ പറഞ്ഞത്? എടാ, നൈറ്റിൽ കുറച്ച് ഓവറായി പോയി. അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? വേണമെന്ന് വെച്ച് ചെയ്തല്ലോ. കുടിച്ച മദ്യത്തിന് എന്തെങ്കിലും ഒരു മര്യാദ കൊടുക്കണ്ടളിയാ. നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? കുടിച്ചാൽ ഇങ്ങനെയൊക്കെയാണ്, മൊത്തം ഒരു ആട്ടമാണെന്ന്. പഠിക്കുന്ന കൊച്ച വല്ലോ അറിയാവാൻ നോക്കി. ഈ കോളേജിലൊക്കെ എന്താണോ പഠിപ്പിക്കുന്നത്? ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ. ദേഷ്യപ്പെടുത്താതെ സിഗരറ്റ് വാങ്ങിക്കാൻ നോക്ക്. ശരി ശരി ചേട്ടാ, 2 സിഗരറ്റ്. da